ഹലോ, ഇന്ന് നമ്മൾ തിരുവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് രാവിലെ കർക്കിടകവാവൊക്കെ ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു. മഴയൊന്ന് തോർന്ന സമയത്ത് ഞങ്ങളിത് ഇറങ്ങി. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് അമ്പലം എത്താറായി. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 35 മിനിറ്റ്സ് ഒക്കെയാണ് അമ്പലത്തിലേക്കുള്ളത്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയണമെങ്കിൽ പിറവത്തെ ഏഴേക്കര നാട്ടിലാണ് ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ അമ്പലത്തിന്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വനവാസ സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഇവിടെ വന്ന് ബലിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് തിരുവല്ലി മഹാദേവ ക്ഷേത്രം എന്ന പേര് വന്നത്. ഈ അമ്പലം ഇവിടെ സ്ഥിതി ചെയ്യാൻ തുടങ്ങിയിട്ട് 125 വർഷത്തിന് മുകളിലായി. ആൻഡ് ഇവിടുത്തെ വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ദിസ് ടെമ്പിൾ ഹാസ് ഇറ്റ്സ് ഓൺ വാട്ടർഫോൾ. ഞങ്ങളിപ്പോ അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി. നമുക്കിനി വാട്ടർഫോൾ കാണാൻ പോയാലോ? ഇങ്ങോട്ടേക്ക് നമുക്ക് രണ്ട് രീതിയിൽ പോവാം. ഒന്നെങ്കിൽ നമുക്കൊരു റബ്ബർ കാട് വഴി പോവാം, അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിനുള്ളിലൂടെയും പോകാട്ടോ. ഞാൻ നോക്കുമ്പോൾ മിക്ക ആൾക്കാരും റബ്ബർ തോട്ടത്തിന്റെ വഴി കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങളും ആ വഴിയാണ് പോണത്. നമ്മളങ്ങോട്ട് ഇറങ്ങി പോകുമ്പോ തന്നെ അവിടെ ഒരു മുന്നറിയിപ്പിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പാറയൊക്കെ നല്ലോണം തെന്നി കിടക്കുകയാണ്. നല്ല മഴയായോണ്ട് ചെറിയൊരു ഒഴുക്കുണ്ട്. അപ്പൊ ഇറങ്ങുന്നവർ നല്ലോണം സൂക്ഷിച്ചിറങ്ങണം. ആൻഡ് ഫൈനലി നമ്മളിതേ നടന്ന് നമ്മുടെ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് കേട്ടോ. പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടുന്നിതാരേ. കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടുന്നിതാരേ. ഏലേലം പാടാനായി വരവായേ, മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാലേ. എൻ കണ്ണിൽ പാറുന്നോരലയാലേ തെളിയുന്നേരോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ. എൻ ജീവനാളം എന്നിലെ നാളം ആളുന്നു നീളെ കാണുന്നെൻ ചാരേ. കാലം പൊൻപൂവിൻ കാലം എന്നെഞ്ചിൻ നീണം തേടുന്നിതാരേ. പാടാനായി വരവായേ, മായാതെ ഓരോ ജന്മങ്ങൾ ബന്ധങ്ങൾ നിറവാലേ. എൻ കണ്ണിൽ പാറുന്നോരലയാലേ തെളിയുന്നേരോ നാളങ്ങൾ താളങ്ങൾ നിറയാലേ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ശരിക്കും ആസ്വദിച്ച് അവിടെ നിന്ന് നേരെ കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ മഴക്കാലത്ത് ഈ ചെടിയിൽ ഇങ്ങനെ ഒരു മഴത്തുള്ളി നിൽക്കാറുണ്ട്. ആൻഡ് അത് വെച്ച് നമ്മൾ കണ്ണെഴുതും. കണ്ണിന് ഭയങ്കര ഒരു കുളിർമ തരുന്ന ഒരു സാധനമാണ്. മിക്കവർക്കും ചെറുപ്പാലത്തൊക്കെ കണ്ട ശീലം ഉണ്ടാവും. ഇപ്പൊ ഇതൊന്നും അധികം കാണാൻ കിട്ടാറില്ല. നല്ല നൊസ്റ്റാൾജിയ അടിച്ചു. അപ്പൊ ഞങ്ങളിവിടെ സ്റ്റക്കായി പോയി. ഈ സാധനം എൻ്റെ വീടിൻ്റെ അവിടെ പണ്ടുണ്ടായിരുന്നു. തോട്ടിൻ്റെ ഒക്കെ സൈഡിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ മതിലിനോട് ചേർന്നൊക്കെ ഇങ്ങനെ തുള്ളികൾ നിൽക്കുന്ന കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ചെടിയെ കാണുന്നില്ല വീടിൻ്റെ ഏരിയയിൽ. ഞാൻ ഇതിൻ്റെ പേര് ചോദിച്ചു. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിനടിയിൽ കുറച്ച് പേര് പറഞ്ഞു ഇതിൻ്റെ പേര് തുഷാര എന്നാണ്. അറിയില്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നീണ്ട ഒരു കണ്ണെഴുതൽ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറയാണ്. അവിടെ ആടി സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന് ഓർത്തു. അപ്പം ഈ അമ്പലത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ മിസ് ചെയ്യണ്ട കേട്ടോ. ഇത് തിരുവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. നമ്മുടെ പിറവത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിറവത്തെ ഏഴേക്കര നാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിൽ ഇതിന്റെ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. റെയിനി സീസണിൽ വരണമെന്ന് പ്രത്യേകം ഓർത്തോളൂ. കാരണം റെയിനി സീസണിലായിരിക്കും ഇവിടെ ഇത്രയും വെള്ളമൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇൻ ഷോർട്ട്, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് ഒരു
മോർണിംഗ് ഓർ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ തൃപ്പൂണിത്തുറയിലെത്തി. അവിടെ ചാരുത സിൽക്സ് ഉണ്ട്, കൃഷ്ണ ടെക്സ്റ്റൈൽസ് ഉണ്ട്. അവിടെ മിക്ക കടയിലും ആടി സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആടി സെയിലൊക്കെ പോയൊന്ന് നോക്കിക്കോട്ടോ. നല്ല സാരികളുണ്ട്. 500 അല്ലെങ്കിൽ 1000 റുപ്പീസിനൊക്കെ താഴെയായിട്ട് നല്ല നല്ല സാധനങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മളിനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. Till then, bye bye.